മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷെർലി. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു, വട്ടിയൂർക്കാവിൽ നിന്നും വരുന്നതാണ്. ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി എത്ര പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ അത്ര അനുഗ്രഹം ഞങ്ങളുടെ പരിശുദ്ധ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോടൊപ്പം ചേർന്ന് ഉടമ്പടി എടുത്തതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒത്തിരി പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ വരും. പലപ്പോഴും പല പ്രാവശ്യവും ഞങ്ങളിവിടെ വരും. പക്ഷേ അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹം അമ്മ തന്ന് ഞങ്ങളിവിടുന്ന് പോകും. വലിയ സന്തോഷത്തോടെ ഞങ്ങൾ തിരികെ പോകും. അങ്ങനെ ഇന്നൊരു ദിവസം സെപ്റ്റംബറിൽ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ അതിനു മുൻപ് ഒരു ദിവസം ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും, ഇങ്ങനെ ഉടമ്പടി എനിക്ക് എടുക്കണം ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്രാവശ്യം പോകുമ്പോഴത്തേക്കും നമുക്ക് അച്ഛനെ കാണാൻ സാധിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, അച്ഛൻ ദിവ്യബലി അർപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ മുഖത്ത് നോക്കുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ മാതാവുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ ഭയങ്കരമായ അത്ഭുതമാണല്ലോ നമുക്ക് നടക്കുന്നത്, ഇങ്ങനെ നോക്കും, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ പോയി എന്ത് ചെയ്തു, അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുമ്പസാരിക്കാൻ പോയി. അവിടെ തന്നെ പള്ളി അവിടെ ഒരിടത്ത് പോയി 10 പ്രമാണങ്ങൾ എടുത്ത് വെച്ച് ഇങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പാവങ്ങളെല്ലാം എഴുതിയിട്ട് ഞങ്ങൾ കുമ്പസാരിച്ചിട്ട് ഭയങ്കര ഭാഗ്യമെന്ന് പറയാം. പിറ്റേന്ന് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചു. ഞങ്ങളിവിടെ വന്നിങ്ങനെ എല്ലാവരെയും അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രാർത്ഥിച്ചു. ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളാണല്ലോ സെപ്റ്റംബറിലൊക്കെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ അച്ഛൻ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മക്കളെ എന്ന് ഞങ്ങളടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ രണ്ടുപേരെയും കൈ നീട്ടി ഇങ്ങനെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഓടി ഇവിടെ കരയിൽ വന്നു. ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, വെച്ചാൽ ഇങ്ങനെ മക്കളുടെ കാര്യങ്ങളാണ്. അപ്പം ഇളയാൾ +2 പരീക്ഷ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എല്ലാം പറഞ്ഞു. അപ്പം പുഞ്ചിരിച്ചു. അച്ഛൻ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, ഞാൻ വേഗം ഫോട്ടോ എടുത്ത് മൊബൈലിൽ മോൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വന്നിട്ടില്ല. അപ്പോൾ അത് ഫോട്ടോ എടുത്ത് ഞാൻ മോൻ്റെ ഫോട്ടോ ഉണ്ട് അച്ഛൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അച്ഛൻ ആ ഫോട്ടോ വാങ്ങിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പുറത്തേക്ക് പോകാനാണ് ഞങ്ങൾ അവൻ പഠിക്കാൻ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ അവന് +2 പരീക്ഷയുടെ മാർക്കിൻ്റെ ഇതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദ്യം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിയമങ്ങളെല്ലാം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അതിന് മുൻപായിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, എനിക്ക് ഇത്രയും അവസരം കിട്ടിയല്ലോ, അത് എന്നെ ഭാഗ്യം എന്ന് വിചാരിച്ച് തിരിച്ച് ഇങ്ങനെ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒത്തിരി സമയം കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ 30 വർഷമായ തലവേദന, ഭയങ്കര മൈഗ്രെയിൻ, ഛർദ്ദിക്കും, ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഗുളികകൾ കഴിച്ചിപ്പം വയറ് വേദനയായിട്ട് വരും എനിക്ക്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ 30 വർഷമായ തലവേദനയാണ് അച്ഛൻ, ഇപ്പോഴും എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉടനെ തന്നെ ആ നിമിഷം തന്നെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ നെർവ് എനിക്ക് നന്നായിട്ട് അറിയാം, സൗഖ്യം ഇങ്ങനെ ആ വിരൽ പോകുന്നത് എനിക്കറിയാം, അത്ര സൗഖ്യം. പക്ഷേ ഞാൻ ഇവിടെ നിന്നിറങ്ങി പിന്നെ ഗുളികയൊന്നും കഴിക്കാൻ നിന്നില്ല. കയറി വണ്ടിയിൽ ഇങ്ങനെ കണ്ണടച്ച് അങ്ങ് വരെയും പോയി. ഞാൻ നിർബന്ധം പിടിച്ചു, ഇനി എന്തായാലും ഗുളിക ഞാൻ കഴിക്കത്തില്ല. അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു, ഇനി എനിക്കിത് സൗഖ്യപ്പെടുക തന്നെ ചെയ്യും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചായ ഇങ്ങനെ കുടിച്ചിട്ട് ആ ഒരു അവസ്ഥയിൽ തന്നെ പോയി അവിടെ വീട്ടിൽ ചെന്നിട്ടും ട്രിവാൻഡ്രത്താണ്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഞാൻ മരുന്ന് കഴിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും അങ്ങനെ കിടന്ന് ഉറങ്ങി. രാവിലെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് പൂർണ്ണ സൗഖ്യം. ഈ 30 വർഷമായ തലവേദനയാണ്. അന്ന് വരെ എനിക്കിങ്ങനെ വന്നാൽ ഗുളിക കഴിക്കാതിരിക്കാൻ സാധിക്കില്ല. പക്ഷെ മരുന്ന് കഴിച്ചില്ല, പൂർണ്ണമായി സൗഖ്യം. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. പിന്നെ രണ്ടാമതായി ഈ പറഞ്ഞ ഇളയ മകൻ അലൻ രാജ് എന്ന മകന് ഞങ്ങളിങ്ങനെ ഹസ്ബൻഡ് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അവന് നല്ല മാർക്കുണ്ട്. കാരണം ലോക്ക്ഡൗൺ കാരണം അവന് ഓൺലൈൻ ക്ലാസ് അവന് പറ്റത്തില്ല, അവൻ അത് അറ്റൻഡ് ചെയ്യത്തുമില്ല. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു, എത്ര മാർക്ക് കിട്ടും ഒന്നും പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു. അവനും പറയും എനിക്ക് മാർക്കൊന്നും കിട്ടത്തില്ല. ഞാൻ പറയും ഞങ്ങളിവിടെ ഉടമ്പടി വെച്ച് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ പരീക്ഷ നന്നായിട്ട് എഴുതണം. എന്നിട്ട് ഞങ്ങൾ ഈ പരീക്ഷയുടെ സമയത്ത് എല്ലാ ദിവസവും അവനെ കൊണ്ടുവന്ന് സ്കൂളിൽ പരീക്ഷയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ ചെന്നിരുന്ന് ജപമാല ചൊല്ലി അവൻ്റെ പരീക്ഷ തുടങ്ങുന്ന സമയം മുതൽ തീർന്നെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയം വരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ജപമാല ചൊല്ലി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും, മാതാവേ അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, അവൻ്റെ കഴിവല്ല, ഞങ്ങളുടെ കഴിവല്ല. പക്ഷേ മാതാവ് അവൻ എഴുതാത്ത പേപ്പറുകളെല്ലാം അമ്മ എഴുതി അതിൽ പിൻ ചെയ്ത് അവന് നല്ല മാർക്കോട് കൂടി എനിക്ക് സാക്ഷ്യം പറയാൻ തക്കവണ്ണം എനിക്ക് ഒരു നല്ല റിസൾട്ട് തരണമെന്ന്. ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതം. മാത്രമല്ല ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കും. അച്ഛൻ്റെ ആരാധനയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വെച്ച് കൂടും, രാത്രിയായാലും പകലായാലും ഇങ്ങനെ കൂടും. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു, നല്ല മാർക്ക് ലഭിക്കണം, എനിക്കിവിടെ സാക്ഷ്യം പറയണം, അതിലൂടെ ഇവന് നല്ല അഡ്മിഷനും കിട്ടണം, വിദേശത്തോട്ട് പോയി പഠിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നല്ല മാർക്കോട് കൂടി പാസ്സായി. +2 ഈ വർഷത്തെ മാർക്ക് നോക്കിയാൽ എല്ലാം 80-ക്ക് 80 ആണ്.
അങ്ങനെ ഫുൾ മാർക്കോട്. അപ്പോൾ ഭയങ്കര അത്ഭുതം. ടോട്ടൽ ഞങ്ങൾ ഈ വർഷത്തെ ഇത് മാത്രം നോക്കി 97.5 ആ രീതിയിൽ മാർക്കുണ്ട്. ടോട്ടൽ നോക്കിയാൽ 86%. പറയാൻ വയ്യാത്ത വിധം അവൻ അങ്ങ് അത്ഭുതം ഇതെങ്ങനെ കിട്ടി. അപ്പം ഞങ്ങൾ പറഞ്ഞതാണ് മോനെ പ്രാർത്ഥനയുടെ അമ്മ മാതാവ് തിരുക്കുമാരനും കൂടെ തന്നതാണ്. അപ്പം ദൈവത്തിന് ഒത്തിരി നന്ദി അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവന് പറഞ്ഞു കൊടുത്തു. അത് വലിയൊരു അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കപ്പെടുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു എനിക്കിവിടെ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാനിവിടെ വന്നു, ഭയങ്കര ആഗ്രഹം. അപ്പോൾ അച്ഛനെ അന്ന് കാണാനും സാധിച്ചല്ലോ. അപ്പോൾ എഡ്വേർഡ് ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുൻപ് തന്നെ ഞങ്ങൾ ഇതിന് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി വിദേശത്ത്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അടുത്ത ഇൻ്റർവ്യൂ ആയപ്പോഴത്തേക്കും അവനത് ബുദ്ധിമുട്ടായി, അത് കിട്ടിയില്ല. അപ്പോൾ സങ്കടമായി, അവന് ഭയങ്കര സങ്കടമായി, ഞങ്ങൾക്കും സങ്കടമായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഇരുന്ന് ജോമാലിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രേയറൊക്കെ ചൊല്ലി. ഈ ആരാധനയൊക്കെ അച്ഛൻ്റെ ആരാധന നിരന്തരം കൂടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ കിട്ടിയില്ല, ഇതുപോലെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു ഒരു കാര്യം ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞ് ഈ നിയോഗം വെച്ച് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് യാദൃച്ഛികമായിട്ട് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു. ഭയങ്കര ഭാഗ്യം, അച്ഛനെ കാണാൻ സാധിച്ചു. ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് അവന് ഇത് കിട്ടിയില്ല, ഇൻ്റർവ്യൂ ഇങ്ങനെ പോയി അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു ഞാനൊരു കാശുരൂപം തരാമെന്ന് പറഞ്ഞു. ആ കാശുരൂപത്തിൻ്റെ കൃപ ഭയങ്കരമായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ കൈവെള്ള നീട്ടാൻ പറഞ്ഞു, ഇങ്ങനെ വെച്ച് തന്നു. ഞാനത് വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്ക് അതോടുകൂടി എനിക്ക് ഭയങ്കര വിശ്വാസമായി, എന്തായാലും ഇനി അത് ഉറപ്പായിട്ടും എൻ്റെ മോനത് കിട്ടും, ഇത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ ചെന്ന് അവന് ഭയങ്കര സങ്കടം, ഇനി എന്ത് ചെയ്യും, ഞാൻ വർഷം നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞില്ല മോനെ അങ്ങനെ നഷ്ടപ്പെടുത്തൊന്നുമില്ല, നമുക്ക് അച്ഛനെ കാണാൻ സാധിച്ചു, അച്ഛൻ ഇങ്ങനെ ഒരു കാശുരൂപം പ്രാർത്ഥിച്ചു തന്നു. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അവനെ ഭയങ്കര ശക്തിപ്പെടുത്തുന്നുണ്ട്. അത് മൂത്ത മകനേലും ഇളയ മകനേലും. അപ്പോൾ ഈ കാശുരൂപം കണ്ടു ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് അച്ഛൻ പറഞ്ഞു ഇനി ഇൻ്റർവ്യൂ ഉള്ള സമയത്ത് ഈ കാശുരൂപം അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, അതെനിക്കിനി അറ്റൻഡ് ചെയ്യാൻ പേടി. അതിൽ ഭയപ്പെട്ടു പോയി കൊച്ചു, പിന്നീട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ പറയും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഈ കാശുരൂപം കയ്യിൽ വെച്ച് അമ്മ കൂടെയുണ്ട്, അമ്മയും തിരുക്കുമാരനും കൂടെയുണ്ട്, മക്കൾ ധൈര്യമായിട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും റിക്വസ്റ്റ് അയച്ചു, ആപ്ലിക്കേഷനൊക്കെ അയച്ചു. 2 ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു. പക്ഷേ എങ്കിലും ഒന്നും ശരിയാകുന്നില്ല. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഓടി വരും. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഓടി വരും, ഇവിടെ ഇരുന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഓരോ അത്ഭുതങ്ങൾ നടക്കും. വീട്ടിലെത്തുന്നതിന് മുൻപ് എന്നെ മോൻ വിളിക്കും, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നു എന്ന് പറഞ്ഞ്, മോനെ മമ്മി വന്നിട്ടുണ്ട്, പേപ്പർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. നന്ദി പറഞ്ഞ് ഞങ്ങൾ ഭവനത്തിലെത്തും. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മറുപടിയും വരുന്നില്ല. പിന്നീട് എല്ലാം ബ്ലോക്കായി അങ്ങനെ നിൽക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, എന്നാലും വിട്ടില്ല. ഞങ്ങൾ ഒരു ദിവസം 2 പ്രാവശ്യം കൂടുന്ന ധ്യാനം, അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ ഞങ്ങൾ കൂടും, സാക്ഷ്യം രാത്രിയും പകലും ഇങ്ങനെ കേൾക്കും. അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ രാത്രി സ്വപ്നം, ഭയങ്കര വിഷമമാണ്. ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി മാതാവിൻ്റെ ഒരു ഫോട്ടോയുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ എൻ്റെ കിടക്കയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് രാത്രി ഉറങ്ങുമ്പോഴും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മാതാവേ അവൻ അഡ്മിഷൻ കിട്ടേണ്ട ഒരു ഓഫർ ലെറ്റർ എനിക്ക് തരണം, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് വിട്ടതാണ്, എനിക്ക് സാക്ഷ്യം പറയേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വപ്നം കാണുന്നു, അച്ഛനെയും കാണുന്നു, മാതാവിനെയും കാണുന്നു. അച്ഛൻ ഇങ്ങനെ ഒരു പേപ്പർ എൻ്റെ മുൻപിൽ ഇങ്ങനെ നീട്ടിയിട്ട് ചോദിച്ചു, ഇത് പോരേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്ന് ഈ പേപ്പർ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അവൻ്റെ അഡ്മിഷൻ എല്ലാം ശരിയായി. ഇങ്ങനെ ഒരു പേപ്പർ കാണിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നു, മാതാവ് നിൽക്കുന്നു. ഭയങ്കര സന്തോഷമായി. ഉറങ്ങിയില്ല, പിന്നെ വെളുക്കുന്നവരെ ഉറങ്ങിയില്ല. പിറ്റേന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരുന്നു. ആ ഓഫർ ലെറ്റർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതാണ് അവനുള്ള യൂണിവേഴ്സിറ്റി, അവന് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ പിന്നെ അത് വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ വരികയും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇങ്ങനെ നിരന്തരം വരുന്നു. പക്ഷേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കരമായ തടസ്സം. എന്തെങ്കിലും ഒന്നുകിൽ അവൻ്റെ മെയിൽ ID മാറിപ്പോവും അവരയക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം, അല്ലെങ്കിൽ ഡേറ്റുകൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അച്ഛൻ ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ ഈ കഴിഞ്ഞ മാസം മൊത്തം ഞാൻ ഡേറ്റ് ഇട്ട് 5 ദിവസം എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ ഡേറ്റിലും 4-ാം തീയതി ആകുമ്പോഴത്തേക്കും അവന് ഓരോ തടസ്സങ്ങളും മാറിക്കൊണ്ടിരുന്നു. എല്ലാം ശരിയായി വന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സമയമായി. അവൻ ഭയങ്കര പേടി, അറ്റൻഡ് ചെയ്യാൻ പേടി. ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കാശുരൂപം വെച്ചുകൊണ്ട് ഞാൻ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും, അവൻ്റെ മാറോട് ചേർത്ത് ഇങ്ങനെ അമ്മയുടെ മുഖം ഇങ്ങനെ വെച്ച് കൊടുക്കും. അവൻ അറ്റൻഡ് ചെയ്യും. എല്ലാം 4 ദിവസത്തിനകത്ത് റിസൾട്ട് വരുമെന്ന് പറയുന്ന കാര്യമല്ല, 2 ദിവസത്തിനകത്ത് റിസൾട്ട് വരും. എല്ലാം പാസ്സായി. എല്ലാം കഴിഞ്ഞിട്ട് അവന് കാസ് അവിടെ നിന്ന് വരണം. അത് വരത്തില്ല. അങ്ങനെ ഡേറ്റുകൾ കഴിഞ്ഞ് പോകുന്നു. ഭയങ്കര വിഷമം. പിന്നെ 10-ാം തീയതിക്ക് മുൻപായിട്ട് വരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു 10-ാം തീയതി എന്നുള്ള. കാസ് വന്നു, പക്ഷേ വേറൊരു മെയിൽ ID വന്നത്, എടുക്കാൻ പറ്റുന്നില്ല. 8-ാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആകെ വിഷമിച്ചു. ഓടി ഇവിടെ വരുമ്പോഴത്തേക്കും സന്ധ്യയായി.
ഞങ്ങളിവിടെ ഓടി വന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രേയർ ചൊല്ലി ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ആ സന്ധ്യയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി എല്ലാവരും കൈവിട്ടു, കാരണം ഇനി നടക്കത്തില്ല, കാരണം ഇനി 8-ാം തീയതി ലാസ്റ്റ് ഡേറ്റാണ്, ഇന്ന് 8-ആയി. അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ മാതാവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഇല്ല മാതാവ് എനിക്ക് തരും, ജോസഫച്ചൻ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറഞ്ഞ് ഇങ്ങനെ തന്നതല്ലേ, അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് തന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പം ഒരു ഏകദേശം ഉള്ളൂരെന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും മോൻ വിളിക്കുന്നു, എൻ്റെ മെയിൽ ID മാറ്റി തന്നു. 8-ാം തീയതി രാത്രി വിളിക്കുന്നു. 10-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. വിളിക്കുന്നു, ഇങ്ങനെ വന്നു, എൻ്റെ മെയിൽ ID മാറ്റി തന്നു, ഉടനെ തന്നെ ഇത് ചെയ്തയക്കണമെന്ന്. പിറ്റേന്ന് ഞങ്ങൾ ചെയ്തയച്ചു. 10-ാം തീയതി ആയപ്പോഴത്തേക്കും അത് സബ്മിഷൻ എല്ലാം ഓക്കെ ആയി. അടുത്ത് വീണ്ടും ഞാൻ 15-ാം തീയതി ഡേറ്റ് ഇടുന്നു. ഓരോ കാര്യങ്ങളും അങ്ങനെ പൂർത്തീകരിച്ചു. ഭയങ്കര അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതം. ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, കാരണം സാമ്പത്തിക മേഖല നോക്കിയാലും എല്ലാം ഞങ്ങൾ 20 സെൻറ്റ് സ്ഥലം വിൽക്കാനിട്ടിട്ടാണ് വിറ്റ് അത് നടക്കും, അതിലൂടെ ഇവൻ്റെ കാര്യങ്ങൾ നടത്താമെന്നുള്ളത്. എത്രയും ലക്ഷം രൂപകൾ എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് വന്ന് നടത്തി തന്ന ഭയങ്കര അത്ഭുതം. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. തലേ ദിവസം നാളെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്യാഷിൻ്റെ കാര്യങ്ങൾ പോകുന്നിടത്തെല്ലാം തടസ്സങ്ങളായിരിക്കും. പക്ഷേ ഞാൻ കാശ് രൂപവും മുറുകെ പിടിച്ച് എവിടെ പോയാലും ഈ കാശ് രൂപം എടുത്ത് ഉടമ്പടി തൈലവും എടുത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ബാങ്കിൽ പോയാലും എവിടെ പോയാലും എല്ലാം നടത്തി തരും. എല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ സ്ഥലം കച്ചവടമില്ല, അവന് വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം അമ്മയാണ് നടത്തി തരുന്നത്, അതെല്ലാം നടക്കും. അങ്ങനെ എല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇന്നലെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്നലെ 13 ഒക്ടോബർ 13-ാം തീയതി ഉടമ്പടി എടുത്തു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കിവിടെ കയറി സാക്ഷ്യം, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം. അപ്പോൾ എനിക്ക് ഈ 3 മാസം തികയുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് പൂർത്തീകരിച്ച് തരണം എന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നലെ 13-ാം തീയതി ആയപ്പോഴത്തേക്ക് 3 മാസം തികഞ്ഞു. ഇന്നലെ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി. മോന് വൈകിട്ട് 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, നന്ദി അർപ്പിച്ചു. ഞങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോയി. അവനെ 9 മണിക്ക് ഫ്ലൈറ്റ് കയറ്റി വിട്ടു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയാണ് UK സമയം. UK പോയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മോൻ അവിടെ എത്തും. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങളെ കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനോ അർഹിക്കാനോ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അനുഗ്രഹമാണിത്. ഞങ്ങളെപ്പോഴും ഏറ്റവും പറയും, പരസ്പരം ഞങ്ങൾ പറയും, ഉടമ്പടി എടുത്തതിൻ്റെ ഫലമാണ് നമുക്കിത് സാധിച്ചതെന്നും. അങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. പിന്നെ അവൻ പറഞ്ഞു അതിൽ ക്യാഷൊന്നും അവൻ ഇട്ട് കൊടുത്ത് വിടാനായിട്ടുള്ളതൊന്നും ഉണ്ടായില്ല. സ്ഥലം വിൽക്കും മോനെ, നീ ധൈര്യമായിട്ട് പോകും. പക്ഷേ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്, +2 കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം നിനക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല ഞങ്ങൾക്ക് അർഹിക്കാവുന്നതിനേക്കാൾ വളരെ ഒരു സബ്ജക്റ്റ്, കാരണം അവൻ BCom ആണ്, കൊമേഴ്സാണ് പഠിച്ചത് +2-ന്. പക്ഷേ അവൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം പഠിക്കാൻ എളുപ്പമുണ്ടെന്ന് വിചാരിച്ചു. അതാണ്. പക്ഷേ മാതാവ് എടുത്തു കൊടുത്തത് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് പഠിക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞു അമ്മയും തിരുക്കുമാരനും നിന്നോടൊപ്പം വരികയാണ്. ഞാൻ കാശുരൂപം, അച്ഛൻ ബ്ലെസ് ചെയ്ത് തന്ന കാശുരൂപം അവൻ മുത്തി അപ്പോഴും എന്ത് കാര്യത്തിനും അവൻ എടുത്തിങ്ങനെ സൂക്ഷിച്ച് ഫയലിൽ ഇങ്ങനെ വെക്കും. ഇപ്പോഴും ആ ഫയലിൽ വെച്ച് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിന് നീ ഇറങ്ങിയാലും ഈ കാശ് രൂപം കൂടെ കയ്യിലെടുക്കുക. മാത്രമല്ല ഇവിടെ നിന്ന് 1-2 കാശ് രൂപം വാങ്ങിച്ച് അവൻ്റെ ബാഗുകളിലെല്ലാം ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞങ്ങൾക്ക് ധൈര്യം ഇത്രയും ഉള്ളത് നിന്നോടൊപ്പം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടെ വരുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിൽ നീ ധൈര്യമായിരിക്കാമെന്ന് പറഞ്ഞു. അവർ പഠിച്ചത് എനിക്ക് എല്ലാം മനസ്സിലായി കിട്ടും, എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.